ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 നിങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും 2-3 മിനിറ്റ് വരുന്ന ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങൾ ഒരുപാട് പേര് റിപ്പീറ്റേഴ്സ് ആണ്, അതിൽ ഒട്ടേറെ പേര് ഫ്രഷേഴ്സ് ആണ്. എന്ത് തന്നെ ആയാലും +2 ടോപ്പിക്സും വലിയ ടോപ്പിക്സും ഒക്കെ അവസാനമായിട്ട് റിവിഷനും കഴിഞ്ഞ് അല്ലെങ്കിൽ PVQ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളവരാണ് എങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ക്രാഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ പോലും അവസാന സമയത്ത് നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ കോമൺ ആയിട്ട് കീം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ടൈം തികയാതെ വരുന്നത്. അതായത് ഓരോ പേപ്പറിലും ഇത്ര ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ചേരുന്നതാണ്, മറ്റേത് മാത്സ് ആണ്. അപ്പോൾ ഇതിൽ ഇത്രയും അടങ്ങുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓരോ പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ, അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ ആവേശം കയറി തെറ്റിച്ച് വെക്കാൻ. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അതൊരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഒന്നാമത്തേത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ, CBT ടൈപ്പ് MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ള ആ ഓരോ ഓപ്ഷൻസിലും കറക്റ്റ് അറിയാമെങ്കിൽ മാത്രം എഴുതുക എന്നുള്ളതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അതിന്റെ 5 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ പഠിച്ചതെല്ലാം റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അറിയാമെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യുക. ഒട്ടും, അതായത് ഒരു തരത്തിലുള്ള ധാരണയും ഇല്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കറക്കി കുത്തരുത്. കാരണം കീം പോലൊരു എക്സാമിൽ 1 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ്, അതായത് നിങ്ങൾ തെറ്റാക്കി നെഗറ്റീവ് വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് വളരെയധികം പിന്നിലോട്ട് പോവാണ്. അതായത് 100-ും 120-ന്റെയൊക്കെ ഡിഫറൻസ് ഒരുപക്ഷെ വന്നേക്കാം ക്രിട്ടിക്കൽ ആവുന്ന സമയത്ത്. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട 4 മാർക്കാണ് പോകുന്നത്. അതേസമയം ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്ത് അവസാനം 2 ഓപ്ഷനുകളിലേക്ക് എത്തി. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഒന്നിലൊരു 50% കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു സമയത്താണെങ്കിൽ സ്മാർട്ട് ഗസ് വർക്ക് കൂടി ഉപയോഗിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ പോവുക. ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ലഭിച്ചാൽ 4 മാർക്ക്, പോയാൽ -1. അപ്പോൾ ലഭിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു നേട്ടത്തെ കൂടി മുന്നിൽ കാണുക. ഇതൊക്കെ പറയുമ്പോഴും ഓരോ വിഭാഗത്തിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ഓരോ ക്വസ്റ്റ്യനും താൻ എത്ര മിനിറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വേണം. ആ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ സമയം പോകുമ്പോൾ അവസാന സമയത്ത് മാത്രം അതിൽ നോക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കരുത്. അതിന് ഇപ്പോഴേ വേണ്ടത്, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ PVQs ടൈമർ വെച്ച് ടൈം സെറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഓർത്തെടുത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ മറ്റൊന്നാണ് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്നതും ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആൻസർ എഴുതുന്നതും ഒക്കെ സമയത്തിനുള്ളിൽ പറ്റുന്നുണ്ടോ. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് essay ടൈപ്പ് പോലെ തരുന്ന പേപ്പറിലോ ഷീറ്റിലോ ഒക്കെ ചെയ്ത് നോക്കി ഫൈനൽ ആൻസറിലെത്താം. അങ്ങനെയല്ല, ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ എത്രത്തോളം ശരിയാക്കുന്നു എന്നുള്ളതാണ്. അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈൻഡിൽ വയ്ക്കുക. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ കീം റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം കമന്റ് ചെയ്യൂ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ. സോ തൽക്കാലം നിർത്തുന്നു. ബൈ.